അപ്പൊ ഞാൻ മുന്നേ വർക്ക് ചെയ്തിരുന്ന ചാനൽ വെച്ചിട്ട് ഞാൻ തൊപ്പിയുടെ ഒരു ഇന്റർവ്യൂ ഹോം ടൂർ അങ്ങനത്തെ ഒരു സെഗ്മെന്റ് എടുത്തിട്ടുണ്ട്. ചാനലിൽ ഞാൻ ഇറങ്ങാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആ തൊപ്പി ഷാജഹാൻ ഇഷ്യൂ ഒക്കെ നടക്കുന്ന സമയത്ത് ഇവരാണെങ്കിൽ എന്റെ തൊപ്പിയുടെ വെച്ചിട്ട് ഒരുപാട് ഹൈലൈറ്റ്സും എഡിറ്റ്സും കട്ട്സും ഇവരുടെ ഭാഗത്ത് നിന്ന് സ്വന്തം ആങ്കറിന് വിട്ടിട്ടാണെങ്കിലും കാശ് മുക്കും എന്ന് പറയുന്ന ഈ ചാനൽ ഇറക്കിയിട്ടുള്ളതുകൊണ്ട് അവരായിട്ട് വഴക്കുണ്ടാക്കിയിട്ടാണ് ഞാൻ ആ ചാനലിൽ ഇറങ്ങി നോക്കി ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരാണെങ്കിൽ പഴയ ഇന്റർവ്യൂ കട്ട്സും ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഫേസ്ബുക്കിലാണെങ്കിൽ ഇട്ട് ഇത് ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരായിരിക്കും തൊപ്പി സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നേക്കുന്നത്. ഇന്നലെ എൻ്റെ കാസറ്റിനകത്ത് ഒരു വോയിസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ പൊന്നോ, പല പെൺകുട്ടികളെ കാര്യങ്ങൾ സെറ്റിലാക്കാൻ വേണ്ടി അണ്ണം പൈസ എറിഞ്ഞതും 10, 30, 40, 50 ഒക്കെ രൂപ അണ്ണം വലിച്ചെറിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ കാലത്തൊക്കെ ഇതുപോലുള്ള കാര്യങ്ങളും തോന്നിയ ദിവസങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് 50, 60 രൂപയിലൊക്കെ ഇവനെ എങ്ങനെ ഒതുക്കിയെന്നാണ് ഞാൻ ആലോചിച്ച് പോകുന്നത്. എടാ, ഇവന് ഭയങ്കര ബുദ്ധിമാനെന്ന് ഞാൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 10 രൂപയുടെ കേസ് കേട്ടേ ഉള്ളൂ, 30 രൂപ മെഡിക്കൽ സ്റ്റോറിൽ കൊടുത്തായിരുന്നെങ്കിൽ നിനക്ക് അതിൻ്റെ സേഫ്റ്റിയും കാര്യങ്ങളും കിട്ടിയാണ്. അതിന് പോലും ബുദ്ധിയില്ലാത്തവനാണല്ലോ ഈ വിവരക്കേട് കാട്ടിക്കൂട്ടിയെന്നാണ് ആലോചിക്കുമ്പോൾ. പിന്നെ 18 വയസ്സ് കഴിഞ്ഞ കുട്ടികളും ഉണ്ട്, പിന്നെ ഈ പറയുന്ന പ്രായപൂർത്തിയാവാത്തവരും ഉണ്ടെന്നാണ് അവരുടെ റിപ്പോർട്ടും കാര്യങ്ങളും ഓൾറെഡി എല്ലാവർക്കും അറിയാമല്ലോ. ഇതിന് ശക്തമായിട്ടുള്ള രീതിയിൽ ശിക്ഷ കൊടുത്തേ പറ്റത്തുള്ളൂ. ഇതിൻ്റെ കേസും കാര്യങ്ങളും ഇപ്പോൾ അവർ ഇന്നലെ നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഓരോ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ അവന്മാർ സെർച്ച് ചെയ്ത് ഓരോ കാര്യത്തിൽ ഓരോരുത്തരെ ചോദ്യം ചെയ്ത് തുടങ്ങിയെന്ന് വരെ ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ അരമണിക്കൂർ മുമ്പാണ് ചോദ്യം ചെയ്ത് തുടങ്ങി എന്നുള്ള രീതിയിലെ കാര്യങ്ങളൊക്കെ അറിയാൻ തുടങ്ങിയിട്ട്. ഓക്കെ, എന്തായാലും നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ഒന്ന് സബ് ചെയ്തു, ലൈക്കും കൂടെ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പും കൂടെ കൊടുത്തു. പരാതിയിൽ കളമശ്ശേരി പോലീസ് പ്രാഥമിക അന്വേഷണം തുടങ്ങി തൊപ്പിയുടെ സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകൾ പരിശോധിച്ചു വരികയാണ്. ഡിജിപിയുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് അന്വേഷണം. വിവരങ്ങളുമായി സമയം ആരംഭിച്ചിരുന്നു. തൊപ്പി എന്ന നിഹാലിനെതിരെയാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. സൈബർ പോലീസാണ് പ്രാഥമികമായി ഈ കേസ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. കളമശ്ശേരി പോലീസിനും കൈമാറിയിട്ടുണ്ട്. കൂടാതെ വരാപ്പുഴയിലും ഒരു പരാതി തൊപ്പിക്കെതിരെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇവര് 2 സംഘമായി തിരിഞ്ഞ് പരസ്പര ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തിയിരുന്നു. ഇതിൽ തന്നെ നിരവധി ലഹരിമരുന്ന് കേസുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങളും കൂടാതെ പോക്സോ അടക്കമുള്ള ഉൾപ്പെടുത്തുന്ന വിവരങ്ങളുമാണ് പരസ്പരം നവമാധ്യമങ്ങളിലൂടെ ഇവർ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. ഇക്കാര്യത്തിലാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. പോലീസിന്റെ 2 സംഘങ്ങളായി തിരിഞ്ഞാണ് കേസ് നിലവിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് സൈബർ ടീം ഈ കേസ് പരിശോധിക്കുന്നുണ്ട്, മറ്റൊന്ന് ലോക്കൽ പോലീസാണ് ഈ കേസ് പരിശോധിക്കുന്നത്. ഏതായാലും വരും ദിവസം കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. ഒപ്പം തന്നെ ഇവരുടെ സമൂഹ മാധ്യമങ്ങളിലടക്കം വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. തൊപ്പിയുടെയും ഒപ്പം തന്നെ തൊപ്പിയുടെ എതിരാളികളായി നിന്ന മുൻപ് തൊപ്പിയോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളെയുമാണ് വിവരങ്ങൾ പോലീസ് ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. സേതു, ഓക്കെ, അപ്പോൾ ഇത് ന്യൂസാണ്. ഇന്ന് ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല. എല്ലാം അവന്മാരെയും തൂക്കും. പോലീസ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഷമീറിനെ ഒറ്റയ്ക്കാക്കിയിട്ട് ബാക്കി എല്ലാവരും പോയെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പാവം ഷമീർ. ഓക്കെ, ഇനി എൻ്റെ കാസിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് ഞാനിവിടെ ക്ലിപ്പ് ഞാൻ ചിലപ്പോൾ കാണിക്കത്തില്ലായിരിക്കും. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ സാധനമൊക്കെ വേണ്ട. കേരളത്തിൽ കൗമാരക്കാർക്കിടയിൽ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് ലൈവ് സ്ട്രീമിങ്ങുകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരും. എന്നാൽ ഇതിന്റെ മറവിൽ നടക്കുന്ന ചില ഭയപ്പെടുന്ന യാഥാർത്ഥ്യങ്ങൾ കാണുമ്പോൾ വിരൽ ചൂണ്ടേണ്ടി വരുന്നത് നമ്മുടെ നാടിന്റെയും വരും തലമുറയുടെയും സുരക്ഷയിലേക്കാണ്. മിസ്റ്റർ തൊപ്പി എന്ന ഞാൻ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ കാസറ്റ് എന്ന് പറയുന്ന ഈ നാറി എനിക്ക് കണ്ടെടുത്താൽ കണ്ടുകൂടാ. ഉള്ള കാര്യം തുറന്നു പറഞ്ഞാലോ. കാരണം ഈ അടുത്ത സമയത്ത് ഒരു പെൺകുട്ടിയുടെ ഒരു വിഷയം വന്ന സമയത്ത് ആ പെൺകുട്ടി ഇവനോട് വിശ്വസിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവക്ക് അപകടം ഉണ്ടാകുന്ന രീതിയിൽ അത് പബ്ലിക്കാക്കി. അതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. ഒരാളുടെ സമ്മതത്തോടാണെങ്കിൽ ഓക്കെ, ഇല്ലാതെ ചെയ്യുന്നതിൻ്റെ ചെറ്റത്തരവാ അത് ഇവൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള ഒരിക്കലും പൊറുക്കാൻ പറ്റത്തില്ല. പിന്നെ ഇവൻ കുറച്ച് ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. കാരണം ഇവിടുത്തെ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ചില പ്രമുഖരായ വ്യക്തികൾ, അതായത് റിയാക്ഷൻസ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്കാണെങ്കിൽ ഇടാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഇവനെ കൊണ്ടാണ് ഇടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. കാരണം ഇവൻ ദുബായിലും അവിടെ ഏതെങ്കിലും ഒരു മൂലക്കൊക്കെ ഇരിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. കാരണം ബാക്കിയുള്ളവർ ഇവനെ കൊണ്ട് അവിടെ കൊണ്ട് ഇടിപ്പിക്കും. എന്നിട്ട് അവരതെടുത്തിട്ടാണ് ഇതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ, അവനെ കൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്. ഓക്കെ, ബാക്കിയും കൂടെ വെക്കാം. തൊപ്പി എന്ന വ്യക്തിത്വത്തെ കുറിച്ച് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഏതൊരു കുടുംബത്തെയും ഭയപ്പെടുന്ന കാര്യങ്ങളാണ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ അല്ലെങ്കിൽ ആരാധന മൂത്ത് പുറകെ കൂടുന്ന ഫാൻ ഗേളുകളെ ചൂഷണം ചെയ്യുകയും അവർക്ക് പണം കൊടുത്ത് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. കൊടുക്കാൻ പറഞ്ഞ് 5000 രൂപ 6000 രൂപ ഇങ്ങനെ പേയ്മെന്റ് ചെയ്യിച്ചിട്ട് ഒറ്റയ്ക്ക് അയച്ചുതരാൻ മുന്നേ അയച്ചത്. ഒട്ടനവധി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായി പരാതി ഞാൻ അയച്ചു കഴിഞ്ഞു. ഒന്നിലധികം തവണ ഇത്തരം ക്രൂരത ആവർത്തിക്കപ്പെട്ടു എന്ന് പറയുന്നത് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്തായാലും അതിനുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടപ്പിലാക്കണം. ഈ പരാതിയൊക്കെ അയച്ചാൽ ഒരുപാട് പരാതിയും കാര്യങ്ങളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ നോക്കും. അത് വേറെ കാര്യം. ഈ അടുത്ത സമയത്ത് രേണുസുതിയുടെ ഒരു വിഷയം വന്ന സമയത്ത് 50ഓളം മെയിലാണ് പോയത്. അപ്പം ഈ പറയുന്നവർ എയർപോർട്ടിൽ ചെന്ന സമയത്ത് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. തൊപ്പി സ്കെച്ചായിട്ടുണ്ട്. കേരള പോലീസിൽ തന്നെ തൊപ്പി എന്ന് പറഞ്ഞ വ്യക്തി നല്ല രീതിയിൽ സ്കെച്ചായിട്ടുണ്ട്. തൊപ്പിയെ നല്ല രീതിയിൽ ഫോളോ ചെയ്യും എവിടെ പോയാലും. 18 വയസ്സ് പോലും തോന്നിക്കാത്തൊരു കൊടുക്കുന്നത് 37 രൂപയാണ്. മറ്റൊരു പെൺകുട്ടിക്ക് 50,000 രൂപ. അല്ലാണ്ട് ഒരു 50,000 ഒരു പെണ്ണിന് കൊടുക്കേണ്ട കേസൊക്കെ ഉണ്ടായി. മുന്നോക്കെയാണ് അവളുടെ വീട്ടിൽ പോയി സംസാരിച്ചത്. ഇതൊക്കെ അറിഞ്ഞ് ഇത് കേവലം ഒരു അബദ്ധമല്ല,
മറിച്ച് ബോധപൂർവമായ നിയമലംഘനവും മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയുമാണ്. ലൈവ് സ്ട്രീം എന്ന പേരിൽ ഇവർ ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരുന്ന് സംസാരിക്കുന്ന സംസാരം കേട്ടാൽ അറക്കുന്ന വാക്കുകളാണ്. മറ്റുള്ളവരുടെ കുടുംബത്തിലെ സ്ത്രീകളെയും അമ്മ പെങ്ങ അസഭ്യം പറയുക. ലൈവ് സ്ട്രീമിംഗ് അവൻ്റെ കണ്ണ് ശ്രദ്ധിച്ചോ? ഞാനിപ്പോഴാണ് നോട്ട് ചെയ്തത്. ഒരു മിനിറ്റ്, കണ്ണ് ശ്രദ്ധിച്ചു. കുടുംബത്തിലെ സ്ത്രീകളെയും അമ്മ പെങ്ങ അസഭ്യം പറയുക. ആടാ മോനെ, കറക്റ്റ്. ഞാൻ അതിൻ്റെ സൂം ചെയ്ത് തരാം, കാണാത്തവർക്ക് വേണ്ടി ഒന്ന് കാണിച്ചു തരാം. എടാ മോനെ ശ്രദ്ധിക്ക്. നല്ല അടിച്ച് കിണ്ടിയായിട്ടിരിക്കുക. നമുക്ക് പിന്നെ ഇവരൊക്കെ കാണുമ്പോൾ നല്ല രീതിയിൽ അറിയാം. നമ്മുടെ സർക്കിളിൽ കുറച്ച് ടീംസൊക്കെ ഉണ്ടായിരുന്നു പണ്ട്, ഫ്രണ്ട്സ്, ഈ അടിപൊളി ടീമേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ലൈവ് സ്ട്രീമിംഗ് വഴി സദാചാര വിരുദ്ധതയും തോന്നിവാസവും പ്രചരിപ്പിക്കുക. എന്നാൽ ഇവർ ഒരു ജനറേഷനെ തന്നെ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് പറയുന്നത് മറ്റൊരു സത്യമാണ്. ഡേറ്റിംഗ് എന്ന പേരിൽ ഇവന്റെ പ്രണയമല്ല, ഡേറ്റിംഗ്. നാളെ നമ്മുടെ സ്വന്തം അനിയത്തിമാരോ മക്കളോ ഇത്തരം ഒരു ചതിക്കുഴി വിടാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ പ്രതികരിക്കണം. തൊപ്പിയെ പോലുള്ള ക്രൂരന്മാരുടെ മുഖം കൂടി അഴിച്ചു പറ്റും. ഇനി ഇവിടെ ഒരു തൊപ്പി വേണ്ട, അല്ലെങ്കിൽ ഒരു തൊപ്പി ഗ്യാങ് വേണ്ട. നമ്മുടെ നാടിന്റെയും വരും തലമുറയുടെയും സുരക്ഷയ്ക്കായി നിങ്ങൾക്കും ഇതിൽ പങ്കാളിയാവും. പ്രതികരിക്കുക, പ്രതിരോധിക്കുക, ഉണ്ടായിരിക്കരുത്. അതെന്തായാലും ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ പ്രതികരിക്കാൻ തന്നെ ചെയ്യും. അത് വേറെ കാര്യങ്ങൾ. കാരണം ഇപ്പോൾ പല കേസുകെട്ടിലും ജനങ്ങൾ സംസാരിച്ചും പ്രതികരിച്ചും എന്തിനും ഇവിടുത്തെ കേരള മുഖ്യമന്ത്രി തന്നെ ഇന്ന ആൾ മതി മതി എന്നും പറഞ്ഞ് സോഷ്യൽ മീഡിയ കത്തിച്ചു. അതാണ് നമ്മുടെ കേരളം. ഇനി ഫസ്മിന പറയുന്നതിൻ്റെ ഒരു പോർഷൻ കൂടെ ഞാൻ വെച്ചാൽ ഇന്നലെ ഞാനത് വെച്ചാണ് എൻ്റെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ വെക്കാം. പറയാനുണ്ട്. പെട്ടെന്ന് ഞാൻ റീല് തീർത്തിട്ട് പോവാം. അപ്പം എന്താണെന്ന് വെച്ചാൽ 2024 തുടങ്ങിയതാണ്. 2024, 2025, 3 വർഷമാണ് നിങ്ങൾ ആയിരുന്നു. 3 വർഷമായിട്ട് ഞാൻ ഈ സൈബർ ബുള്ളിങ് അനുഭവിക്കണം. ഇത്ര നാളായിട്ട് തിരിച്ചൊരാളുടെ അടുത്തോ അല്ലെങ്കിൽ പേഴ്സണൽ എനിക്ക് ക്രിയേറ്റീവ്സ് ആയിട്ട് കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അറിയുന്ന ആൾക്കാരുണ്ട്, വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതുവരെ ഒരാളുടെ അടുത്ത് ഞാൻ പോയിട്ട് തൊപ്പിങ്ങനെയാണ് തൊപ്പിങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ തെളിവ് കാണിക്കാനോ ഒരു പ്രശ്നത്തിൽ ഞാൻ പോയിട്ടില്ല. ഞാൻ ആ ഹെറ്റ് മൊത്തം എടുത്ത് വാങ്ങി. ബിക്കോസ് ഐ ബിലീവ് ഓക്കെ ഒരു പോയിന്റ് എനിക്ക് കഴിയുമായിരിക്കും, നിൽക്കുമായിരിക്കും എന്ന് പറഞ്ഞ് മിണ്ടാണ്ടിരുന്നു. പക്ഷേ ഞാൻ മിണ്ടാണ്ടിരിക്കും തോറും എന്നെ ആൾക്കാർ കല്ലെറിയും. അത് കാരണം ഇപ്പം എനിക്കൊരു പ്രശ്നം വന്നാൽ പോലും ആ അന്ന് തുടങ്ങിയ ഹെറ്റ് വെച്ചിട്ട് ഇപ്പം ഞാൻ പറയാൻ വിശ്വസിക്കത്തില്ല. മനസ്സിലായോ? എന്തോരം എൻ്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിലും ഇമ്പോട്ടെ എൻ്റെ ഭാഗത്ത് 100% ശരിയില്ല, എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ശരിയുണ്ടെങ്കിൽ പോലും ആ ശരികൾ മൊത്തം തെറ്റാക്കിയിട്ടാണ് ആൾക്കാരെ ചിത്രീകരിക്കാറ്. സോ ഇത് അവിടെ നിന്ന് തുടങ്ങിയിരിക്കാൻ ഞാൻ ഇന്ന് ഹക്കീമിന്റെ സ്റ്റോറി ഉണ്ട് അപ്പോൾ ഗർഭം തന്നെ. ഓക്കെ, ഇവിടെ ഒരു കാര്യം പറഞ്ഞല്ലോ, ഇവിടെ ഭാഗത്ത് എന്ത് ന്യായം ഉണ്ടെങ്കിലും ആൾക്കാർ വിശ്വസിക്കില്ല. സത്യമാണ്. ചില കാര്യങ്ങൾ സത്യം തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും ചില കാര്യങ്ങളില്ല ആൾക്കാർ വിശ്വസിക്കില്ല. അത് കാരണം എന്ന് വെച്ചാൽ ഈ അടുത്ത സമയത്ത് ഓട്ടോക്കാരൻ്റെ വിഷയം തന്നെ നിങ്ങൾ ഓർക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത്. ആ ഒരു മനുഷ്യൻ്റെ ഓട്ടോയിൽ ഇപ്പോൾ ഒരു മനുഷ്യൻ പോലും കയറുന്നില്ല. അങ്ങനെയുള്ള ഒരുപാട് ഫസ്മിനയ്ക്കും എടുത്തുചാട്ടം ഒരുപാടുണ്ടെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ഇല്ല മറ്റേ പയ്യൻ്റെ കേസ് കേട്ട് ഒരു 20 വയസ്സുകാരൻ പയ്യൻ്റെ ഒരു വിഷയങ്ങളും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഏതൊക്കെ രീതിയിലാണ് പോയത്. ആദ്യം കള്ളം പറഞ്ഞു, പിന്നെ അതിൻ്റെ തെളിവും കാര്യങ്ങളൊക്കെ ലൈഫ് ഓഫ് അനന്തൻ്റെ ചാനലിൽ വന്ന അത് മുട്ടൻ സീനായിരുന്നു. അങ്ങനെ ഒരുപാട് കേസ് കെട്ടുകളുണ്ട്. ഇപ്പം ഫസ്റ്റ് ഇപ്പോൾ വന്നിട്ട് സത്യം പറഞ്ഞാലും ആരും വിശ്വസിക്കുന്നില്ല. നീയും കണക്കാ അവനും കണക്കാ എന്നുള്ള രീതിയിൽ ആൾക്കാർ സംസാരിച്ചങ്ങ് വിടും. അതങ്ങനെ പോകത്തുള്ളൂ. പ്രഗ്നൻസി ഇഷ്യൂ എനിക്ക് അറിയുന്ന സംഭവമാണ്. ഇതിനപ്പുറത്തോട്ട് എനിക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ അറിയും. ഞാൻ ആ വീട്ടിൽ നിന്നിട്ടുള്ള ആളുമാണ്. നിങ്ങൾക്ക് ഈ ഇഷ്യൂ അറിയുന്നതിന് ഒരു 3 വർഷം മുന്നേ തുടങ്ങി തൊട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയാം. പക്ഷെ ഞാൻ അവിടെ പറയാനോ കണ്ടന്റ് ആക്കാൻ പോയില്ല. എനിക്ക് കണ്ടന്റ് ആക്കാനാണെങ്കിൽ എനിക്ക് കണ്ടന്റ് ആക്കാൻ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ടായിരുന്നു. ഞാനത് ചെയ്തിട്ടില്ല. പക്ഷെ ഇത്രയും സീരിയസ് ഇഷ്യൂ ആയി പെൺപിള്ളേരുടെ കേസ് ഇത്രയും ഈ എനിക്കെന്താ പറയുന്നത്, ഈ പ്രഗ്നൻസിയും സംഭവങ്ങളൊക്കെ നമ്മുടെ കൈ നിൽക്കുന്ന ഇതിലോട്ട് പോയി, കൈ നിൽക്കാവുന്ന പറ്റാത്ത സാഹചര്യത്തിലോട്ട് പോയി. അപ്പം ഇത് നിങ്ങളെല്ലാവരും ഇത് സത്യം അറിയണം. മനസ്സിലായോ? അത്ര എനിക്കുള്ളൂ. ഇതിന്റെ സത്യാവസ്ഥ അറിയണം. നിങ്ങൾ സത്യം കണ്ട് സത്യം ബോധ്യമായിട്ട് അത് വിശ്വസിക്കുക. ഹക്കിമിട്ട കാര്യമാണെങ്കിലും ആര് ചെയ്യുന്ന വീഡിയോസ് ആണെങ്കിലും അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കി വിശ്വസിക്കുക. എനിക്ക് അത്ര പറയും. ഇനിയും ഇഷ്ടംപോലെ കാര്യങ്ങൾ വരാനുണ്ട്. അതെല്ലാം അപ്പം കണ്ട് ബോധ്യപ്പെട്ട് മനസ്സിലാക്കുക. ആൻഡ് പ്ലീസ്, നിങ്ങൾ നല്ലതെന്ന് വിചാരിക്കുന്ന ആൾക്കാരൊന്നും നല്ലതായിരിക്കില്ല. നിങ്ങൾ കാണുന്ന ഒന്നും അല്ല ആൾക്കാരുടെ റിയൽ മുഖം. എൻ്റെ ആരുടെ എല്ലാവരുടെ കാര്യം ബേസിക്കലി പറയുന്നത് ആരുടെ. അപ്പൊ അന്തം വിട്ട് ഒരാളെ ആരാധിക്കാണ്ടിരിക്കാം. ബിക്കോസ് യു നെവർ നോ അവർ പുറകിൽ എന്താ ചെയ്യുന്നത്. ഞാൻ കണ്ടിട്ടുള്ള ആളാണ്. എനിക്ക് നന്നായിട്ട് ഇതിന്റെ എക്സ്ട്രീം അറിയാം. അതുകൊണ്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ. സോ യാ ഓക്കെ, അപ്പോൾ പുള്ളിക്കാരുടെ സംസാരം കേട്ടിട്ട് മെഹറിൻ പറയുന്നത് നോക്കാം. മെഹർ ഓക്കെ, സോ യാ
കാരണം എനിക്ക് ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത്. ഞാനാണെങ്കിൽ ഇന്റർവ്യൂവർ ആയിരുന്നു എന്നുള്ള കാര്യം കുറച്ച് നിങ്ങൾ അറിയുന്ന കാര്യമായിരിക്കും. അപ്പൊ ഞാൻ മുന്നേ വർക്ക് ചെയ്തിരുന്ന ചാനൽ വെച്ചിട്ട് ഞാൻ തൊപ്പിയുടെ ഒരു ഇന്റർവ്യൂ, ഹോം ടൂർ അങ്ങനത്തെ ഒരു സെഗ്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ചാനലിൽ ഞാൻ ഇറങ്ങാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആ തൊപ്പി ഷാജഹാൻ ഇഷ്യൂ ഒക്കെ നടക്കുന്ന സമയത്ത് ഇവരാണെങ്കിൽ എന്റെ തൊപ്പിയുടെ വെച്ചിട്ട് ഒരുപാട് ഹൈലൈറ്റ്സും എഡിറ്റ്സും കട്ട്സും ഇവരുടെ ഭാഗത്ത് നിന്ന് സ്വന്തം ആങ്കറിന് വിട്ടിട്ടാണെങ്കിലും കാശ് മുക്കി എന്ന് പറയുന്ന ഈ ചാനൽ ഇറക്കിയിട്ടുള്ളതുകൊണ്ട് അവരായിട്ട് വഴക്കുണ്ടാക്കിയിട്ടാണ് ഞാൻ ആ ചാനലിൽ ഇറങ്ങി നോക്കി ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരാണെങ്കിൽ ഈ പഴയ ഇന്റർവ്യൂ കട്ട്സും ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഫേസ്ബുക്കിലാണെങ്കിൽ ഇട്ട് ഇത് ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരായിരിക്കും. ലൈക്ക് എല്ലാവരും ചിലപ്പോൾ അന്ന് ഹോം ടൂർ കണ്ടിട്ടുണ്ടാവണമെന്നില്ല. ഒരുമാതിരി കുറച്ച് ക്യാപ്ഷൻ ഇട്ടിട്ട് ഇപ്പോഴും അവർ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഒരുപാട് കമന്റ്സ് ഞാൻ കണ്ടു, ഇവിടെ അറസ്റ്റ് ചെയ്യണം, ഇവിടെ ചോദ്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ഇന്റർവ്യൂ കട്ട്സ് ഇപ്പോഴും പോസ്റ്റ് ചെയ്ത് പിന്നെ റീച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ചാനലിൽ എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ. ഓക്കെ, നിങ്ങളുടെ കോണ്ടന്റ് ആണ്, നിങ്ങൾക്ക് അത് മാർക്കറ്റ് ചെയ്യാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ പിച്ചച്ചട്ടിലും കൈയിട്ട് വരി എന്തിനാ അതുപോലുള്ള സ്ഥാപനത്തിലൊക്കെ ജോലി ചെയ്യാൻ പോയത് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും. ഇപ്പോൾ തൻ്റെ ഇമേജല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ നല്ല രീതിയിൽ മുതലാക്കുന്നുണ്ട് ഈ ചാനലുകാർ. അവർക്ക് ആങ്കറോ ഒന്നുമില്ല, അവരൊക്കെ അവരുടെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പം ഈ മേയറിന് അവരുടെ വീട്ടിൽ പോയി ഈ പറഞ്ഞ ഇന്റർവ്യൂ എടുത്തു, പിന്നെ ഇവരുടെ ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു, പുള്ളി വീഡിയോ കോൾ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ച് ഇതിനെ ആ ഒരു രീതിയിൽ ആൾക്കാർ കമ്പയർ ചെയ്തു പോകുന്നതാണ്. ഒരു സമയത്ത് കൈയടിച്ച ആൾക്കാർ തന്നെ ഒരു സമയത്ത് കാരത്തുപ്പോവുകയും ചെയ്യും. അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്ത വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാം. ബൈ, ലവ് യു ഓൾ ഗൈസ്.